ജനുവരി 11 ഞായറാഴ്ച. മത്തായി 3:13 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്നു. നിങ്ങൾ ജ്ഞാനസ്നാനമേറ്റ ദിവസം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? മിക്കവാറും ഓർക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് സ്നാനമേറ്റത്, പിന്നെ എങ്ങനെ എനിക്ക് ആ തീയതി ഓർക്കാൻ കഴിയും? പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ജന്മദിന തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയാം, അത് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന്. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും രേഖകളിലും ഒക്കെ ആ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജ്ഞാനസ്നാന തീയതിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിവില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ പ്രധാനപ്പെട്ട തീയതി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ജനിച്ച് 5 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ജ്ഞാനസ്നാനം നൽകി. അതായത് 1952 ജനുവരി 20 വല്ലാർപാടത്തെ അവർ ലേഡി ഓഫ് റാൻസം ദേവാലയത്തിൽ വെച്ച്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജ്ഞാനസ്നാന ദിവസം കണ്ടെത്തുന്നത് അർത്ഥവത്താണ്. 16ാം നൂറ്റാണ്ടിലെ സന്യാസിയും ദൈവശാസ്ത്രജ്ഞനുമായ മാർട്ടിൻ ലൂതർ ജ്ഞാനസ്നാനത്തെ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെ അലങ്കരിക്കുന്ന ഏറ്റവും വലിയ രത്നമായി വിശേഷിപ്പിക്കുന്നു. ആശ്വാസം ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കാൾ വേറെ ഒരു സ്ഥലം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമുക്കൊരു ഉത്സവ ദിനമാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ ഓർക്കുന്ന ദിവസം. ക്രിസ്മസിന് തൊട്ട് പിന്നാലെയാണ് ഇത് വരുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. യേശു പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റു. എന്തിനാണ് യേശു ജ്ഞാനസ്നാനമേറ്റത്? പാപമില്ലാത്ത ദൈവപുത്രൻ എന്തിനാണ് സ്നാനമേൽക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും സ്നാപക യോഹന്നാൻ തന്നെ ആ കാര്യം യേശുവിനോട് ചോദിച്ചു. എനിക്ക് നിന്നിൽ നിന്നാണ് സ്നാനമേൽക്കേണ്ടത്, എന്നിട്ട് നീ എൻ്റെ അടുക്കൽ വരുന്നു? അതിനുത്തരം യേശു നമുക്ക് വേണ്ടി സ്നാനമേറ്റു എന്നതാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് ജനിച്ചതുപോലെ, ക്രൂശിക്കപ്പെട്ട് മരിച്ചതുപോലെ നമുക്ക് വേണ്ടി അവിടുന്ന് ജ്ഞാനസ്നാനമേൽക്കാനും തീരുമാനിച്ചു. ജ്ഞാനസ്നാനത്തിൽ നാം നമ്മുടെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ക്രിസ്തുവിനോട് ഒന്നായി തീരുകയും ചെയ്യുന്നു. യേശു സ്നാനമേറ്റപ്പോൾ അവൻ നമ്മുടെ പാപം സ്വയം ഏറ്റെടുത്ത് നമ്മോട് ഒന്നായി മാറി. അങ്ങനെ നമുക്ക് വേണ്ടി അവിടുന്ന് സ്നാനമേറ്റു. ഇന്ന് യേശുവിൻ്റെ സ്നാനത്തെ നാം ഓർക്കുമ്പോൾ നമ്മുടെ സ്നാനത്തിലൂടെ നാമും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറുന്നു. സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ മാർട്ടിൻ ലൂതർ പറഞ്ഞത് ശരിയാണ്. ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ സ്നാനത്തിൻ്റെ ദാനത്തേക്കാൾ വലിയ ആശ്വാസം ഭൂമിയിൽ മറ്റൊന്നില്ല. ഇതിന് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം പോണ്ടിച്ചേരി.